കയറിൻ്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിൻ്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള തീരുമാനങ്ങളെല്ലാം അതാത് ഫയലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളാണ്. നമുക്കറിയാം, ഇന്നലെ ഡൽഹിയിൽ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെയും AICCയുടെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ MP-യുമായ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ കർണാടക മുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ, നമ്മുടെ മന്ത്രി ശ്രീ വിശ്വനാഥും നമ്മുടെ MP-മാരും ഉൾപ്പെടെയുള്ള ആളുകളെ വളരെ മോശമായ രീതിയിലാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കിയത്. ശക്തമായ ബലപ്രയോഗമാണ് അവർക്കെതിരെ നടത്തിയത്. അതിൻ്റെ തലേ ദിവസം ഈ നീറ്റ് വിഷയത്തിൽ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളോടും ക്രൂരമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിൻ്റെ ആവർത്തനമാണ് ഇന്നലെ ഡൽഹിയിൽ കണ്ടത്. അതിലുള്ള അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ സമരം മുന്നോട്ട് പോകും. കാരണം നിരവധി കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്, നിരവധി കുട്ടികൾ. എന്നിട്ടും ഇതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരായ കൃത്യമായ നടപടികൾ എടുക്കാതെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഒരു കാരണവശാലും വെച്ചു പൊറപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത്. ഇന്നലെ ഡൽഹിയിൽ നടന്നത് ശരിക്കും നരനായാട്ട് പോലുള്ളൊരു കാര്യമാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം രാജ്യത്തെമ്പാടും ഉയരുമ്പോൾ കേരളത്തിലും അതുണ്ടാകും. കേരളത്തിലെ നിയമസഭയും ഇത് സംബന്ധിച്ച ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന് അയച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് നീതിയുക്തമായ രീതിയിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ടത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവും, സംസ്ഥാന സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവും. അല്ല, വാർത്താ സമ്മേളനത്തിൽ വരുന്നില്ല, അത് റിപ്പോർട്ട് തരുമ്പോൾ പരിഗണിക്കും. റിപ്പോർട്ട് നിങ്ങൾ കേട്ടല്ലേ, ഞാൻ പറഞ്ഞില്ല. റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വരുമ്പോൾ മന്ത്രിസഭാ യോഗം പരിഗണിക്കും. റിപ്പോർട്ട് വരുമ്പോൾ